നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ഗ്ലോബ് ടിവിയുടെ സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർവേയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അത് പല മീഡിയകൾ വഴിയാണ്. ഞങ്ങളുടെ ചാനൽ വഴിയുള്ള ഒരു അഭിപ്രായ സർവേ 1.5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 15,000-ഓളം ആളുകളാണ് ആലപ്പുഴ മണ്ഡലത്തിന് വേണ്ടി അതിൽ പ്രതികരിച്ചിരുന്നു. അതുകൂടാതെ 1-2 ഏജൻസികളുമായി ചേർന്ന് ആലപ്പുഴയിൽ നടത്തിയ ഒരു സർവേയും ഉണ്ടായി. ആ സർവേയിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ കാണുന്ന ആളുകൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, തൊഴിലുറപ്പിന്റെ ആളുകൾ, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, തീരദേശവാസികൾ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെ കണ്ട് അവരുടെ മനസ്സറിഞ്ഞ് ആലപ്പുഴയിൽ അവർക്ക് ആര് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തീരുമാനം എന്ന് പറയുന്നത് അവരുടെ മനസ്സറിഞ്ഞ് അവർ പറയുന്ന ആ എണ്ണം വെച്ചുള്ള തീരുമാനമാണ്. പല ചാനലുകളും സർവേകൾ നടത്തി. 24 ന്യൂസ് നടത്തിയ സർവേയിൽ ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിക്കും എന്നാണ് പറയുന്നത്. അതായത് UDFന്റെ വേണുഗോപാൽ 49.2% വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് 24 ന്യൂസിന്റെ സർവേ. അതുപോലെ തന്നെ AM ആരിഫ് മാത്രമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരേ ഒരു തരിയായി ആലപ്പുഴയിൽ നിന്നും ജയിച്ചത്. ഈ ആരിഫിന് 39.7% വോട്ടുകൾ നേടുമെന്നാണ് 24 പ്രവചിച്ചത്. അതുപോലെ BJPയുടെ തീപ്പൊരി നേതാവെന്ന് അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിൽ വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ്റേത്. BJPയുടെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളും കൂടിയാണ് ഈ വനിതാ നേതാവ്. ശോഭാ സുരേന്ദ്രന് 18% വോട്ടുകളാണ് 24 ന്യൂസ് പ്രവചിച്ചത്. മനോരമ ന്യൂസ് ആകട്ടെ, മനോരമ ന്യൂസും വേണുഗോപാലിന്റെ വിജയം പറയുന്നത് 42.18% നേടി വേണുഗോപാൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ AM ആരിഫ് 37.68% വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് മനോരമ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ 18.91% വോട്ടുകൾ നേടും എന്നും പറയുന്നു. പക്ഷേ ഇതൊരു സ്റ്റാർ മണ്ഡലം തന്നെയാണ്. കാരണം വേണുഗോപാൽ ദേശീയ പ്രതിച്ഛായയുള്ള ഒരു ദേശീയ നേതാവാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന വേണുഗോപാലിനെ അദ്ദേഹത്തിനൊരു വിജയം സുനിശ്ചിതമാണ് എന്ന് കോൺഗ്രസുകാർക്ക് മുഴുവൻ അറിയാം. അതിന്റെ പ്രവർത്തനങ്ങളും അവിടെ നടന്നു വരുന്നു എന്നാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സർവേയിൽ ഏറ്റവും അവസാനം വന്നത് വേണുഗോപാൽ ആണെങ്കിൽ 46.2% വോട്ടുകൾ നേടി വിജയിക്കും എന്ന് തന്നെയാണ്. അതുപോലെ AM ആരിഫ് 37.1%, ശോഭാ സുരേന്ദ്രൻ 16.7%. ഈ വോട്ട് വിഹിതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നത് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമുള്ള ആളുകളെ കണ്ട് അവരുടെ മനസ്സറിഞ്ഞ് കിട്ടിയ ആ അറിവുകൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ് ഈ സർവേ ഫലം. ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ AM ആരിഫ് മാത്രമാണ് LDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറിയത് കേരളത്തിൽ നിന്ന്. അങ്ങനെ UDF 2ാം സ്ഥാനത്തേക്ക് പോയി. UDF 2ാം സ്ഥാനത്തേക്ക് മാറി. ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു ആ സമയത്ത് അവിടെ ഇലക്ഷൻ നിന്നിരുന്നത്. ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ 39.9%, AM ആരിഫ് 40.91%, അന്ന് വോട്ട് വീതമായി കിട്ടിയത്. നിസ്സാര വോട്ടുകൾക്കാണ് അന്ന് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടത്. ഇപ്പോൾ വേണുഗോപാലിനെ പോലെ ഒരു ദേശീയ നേതാവ് ആലപ്പുഴയിൽ മത്സരിക്കുന്നതും ആലപ്പുഴക്കാരനായ ഒരു നേതാവ് മത്സരിക്കുന്നതും തീരദേശത്തുള്ള ആളുകളുടെ പരിപൂർണ പിന്തുണ കിട്ടും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ അവിടുത്തെ തൊഴിലാളികളുടെ, അവിടുത്തെ വ്യവസായങ്ങളുടെ, അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളെയൊക്കെ അവരുടെ മനസ്സറിയുമ്പോൾ അതിൽ നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണെന്നാണ് തെളിയുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ
വിജയം പ്രവചിക്കുന്നത് UDF-നാണ്. വേണുഗോപാലാണ് ആലപ്പുഴയുടെ ജനനായകനാകാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവുകൾ.